So next topic, potential due to an electric dipole. We have a dipole of length 2a. P is a point at a distance r from the center of the dipole at an angle theta with the dipole axis. ശ്രദ്ധിക്കണം, ആംഗിൾ തീറ്റ എന്താണെന്നുള്ളത്. ഡൈപോളിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് എ ബി. ഇനി ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫ്രം -q to +q. അപ്പോൾ പിയുടെ ഡയറക്ഷൻ ബി ടു എ ആണ്. പക്ഷേ ഡൈപോൾ ആക്സിസ് എന്ന് പറയുന്നത് എ ലൈൻ ജോയിനിങ് +q ആൻഡ് -q ത്രൂ ദ സെൻറ്റർ O. അപ്പോൾ എ ബി എന്ന് പറയുന്ന ആ ലൈനും പോയിന്റ് പി ഒ പി എന്ന് പറയുന്ന ലൈനും ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. ഈ തീറ്റ നമുക്ക് ആവശ്യമുണ്ട് കൊസൈൻ ലോ അപ്ലൈ ചെയ്യുമ്പോൾ. സോ ശ്രദ്ധിക്കണം, തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ബി, ദ ലൈൻ എ ബി ആൻഡ് ഒ പി. ആ രണ്ട് ഡയറക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ കാണാൻ പോകുന്നത് വി നീഡ് ടു ഫൈൻഡ് എ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് പി. ഇവിടെയുള്ള പൊട്ടൻഷ്യലാണ് നമ്മൾക്ക് കാണേണ്ടത്. അതിനുവേണ്ടി നമുക്ക് രണ്ട് ചാർജസ് ആണുള്ളത്. ഒന്ന് എയിലുമുണ്ട് +q, മറ്റൊന്ന് ബിയിലുമുണ്ട് -q. പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു +q അറ്റ് എ എന്ന് പറയുന്നത് 1/4πε0 q/r1. നമ്മൾ നേരത്തെ ചെയ്തു കഴിഞ്ഞതായിരുന്നു. ദിസ് ഇക്വേഷൻ ഇസ് ഫെമിലിയർ. 1/4πε0 q/r എന്നുള്ളത് പോയിന്റ് ചാർജിൻ്റെ നമ്മൾ കണ്ടിരുന്നു തൊട്ട് മുമ്പത്തെ സെഷനിൽ. സോ വി എ എന്ന് പറയുന്നത് 1/4πε0. എയിലിരിക്കുന്ന ചാർജ് +q ആൻഡ് എയിൽ നിന്നും പിയിലേക്കുള്ള എ പി എന്ന് പറയുന്ന ദൂരം r1. അടുത്തത് വി ബി, ഇതേപോലെ ബി എന്ന് പറഞ്ഞാൽ ബിയിലിരിക്കുന്ന ചാർജ് -q ആണ്. സോ സെയിം ഇക്വേഷൻ, ഓൺലി ഡിഫറൻസ് ഇത് +q ആണെങ്കിൽ ഇതെന്താണ് -q. ആൻഡ് ഇഫ് എ പി ഈസ് r1, ബി പി ഈസ് ഈക്വൽ ടു r2. ടോട്ടൽ പൊട്ടൻഷ്യൽ ഈ സം ഓഫ് രണ്ടും കൂടെ കൂട്ടുകയാണ്, വി എ പ്ലസ് വി ബി. ഇത് ചുമ്മാ സാധാരണ ആൾജിബ്രൈക് അഡീഷനാണ്. വെക്ടർ സം ആവശ്യമില്ല, ബിക്കോസ് ബോത്ത് ആർ സ്കേലർ. വർക്ക് എന്ന് പറഞ്ഞ ഒരു സ്കേലർ ക്വാണ്ടിറ്റി, സോ പൊട്ടൻഷ്യലും സ്കേലർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു. ഇവിടെ ഈ രണ്ട് ടേംസ് കോമൺ ആണ്, അത് പുറത്തെടുത്തു. സോ ഫിസിക്സ് ഇവിടെ തീരുകയാണ്. ദിസ് ഇസ് ഓൾ വിത്ത് ഫിസിക്സ്. അപ്പോൾ വി എന്ന് പറയുന്നത് q/4πε0 1/r1 - 1/r2 ഫിനിഷ്ഡ്. ഇത്രയേ ഉള്ളൂ ഇവിടെ ഫിസിക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് r1ഉം വേരിയബിളാണ്, r2ഉം വേരിയബിളാണ്. അപ്പോൾ ഈ r1ഉം r2വിനെയും നമുക്ക് മാറ്റി, ഇത് ഫിക്സ്ഡ് ആയിട്ടുള്ള ആൾ ഈ r ആണ്. r ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം O ടു P. അപ്പോൾ ഈ r-ൻ്റെ രൂപത്തിലേക്ക് നമുക്ക് r1നെ മാറ്റണം, r2നെ മാറ്റണം. അതിനെന്താണ് വഴി നമ്മൾ ആലോചിക്കുന്നത്. സോ ദിസ് ഇസ് കൊസൈൻ ലോ. ഈ കൊസൈൻ ലോ എങ്ങനെ എഴുതിയെന്നൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നോക്കാം, ലിസൺ ടു ദിസ് ഫിഗർ. ഇത് നമ്മുടെ ആംഗിൾ തീറ്റ. ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് പറയാം. ഒന്ന് ട്രയാങ്കിൾ ഒ പി ബി ഒ, ഒരു ട്രയാങ്കിൾ. വേറൊരു ട്രയാങ്കിൾ എ ഒ പി. എ ഒ പി എന്ന് പറഞ്ഞാൽ മതി, കാരണം ട്രയാങ്കിൾ നമ്മൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആംഗിൾ വെച്ചിട്ടാണ് പറയാം. സോ ഒരു ആംഗിൾ എ ഒ പി, വേറൊരെണ്ണം പി ഒ ബി. ഈ രണ്ട് ട്രയാങ്കിൾസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കൊസൈൻ ലോ എന്താ പറയുന്നത് നോക്കാം. കൊസൈൻ ലോ പറയുന്നത്, സപ്പോസ് നിങ്ങൾക്ക് എ ഒ പി എന്നൊരു ആംഗിൾ ഉണ്ടെന്ന് വിചാരിക്കുക, സപ്പോസ്. അപ്പോൾ എ ഒ പി എന്നുള്ള ആംഗിൾ ഫ്രം ദ ഫിഗർ ഇത് തീറ്റയാണെങ്കിൽ ഇത് 180 - തീറ്റ ആയിരിക്കും. സോ കോസൈൻ ലോ പറയുന്നത് cos 180 - തീറ്റ എന്ന് പറയുന്ന ഈ വാല്യൂ, cos 180 എന്ന് -തീറ്റ എന്ന് പറയുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് cos 180 - തീറ്റ ഈസ് ഈക്വൽ ടു, അതിൻ്റെ ഡെഫിനിഷൻ അങ്ങനെയാണ്, ഈക്വൽ ടു ഈ രണ്ട് സൈഡ്സ്, തീറ്റയുടെ ചേർന്ന് കിടക്കുന്ന രണ്ട് സൈഡ്സ് ഏതൊക്കെയാണത്? a² r², a² + r². അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന, ഈ ആംഗിളിന് നേരെ ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന r1. അപ്പം a² + r² - r1² ഹോൾ ഡിവൈഡഡ് ബൈ 2ar. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ.
കോസ് 180 മൈനസ് തീറ്റയുടെ ഡെഫിനിഷനാണത്. പക്ഷേ കോസ് 180 മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റയാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ പ്രകാരം നമുക്ക് എഴുതാം കോസ് മൈനസ് തീറ്റ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് R1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2AR. അപ്പോൾ ആ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ നമ്മളതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫോർമാറ്റാണ് R1 സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് 2AR കോസ് തീറ്റ. ഇനി അതിന് പ്രകാരം ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇതിൽ ആർ സ്ക്വയർ നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഇതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് തന്നെ വരുമോ നമ്മൾ നോക്കിയാൽ മതി. ആർ സ്ക്വയർ ഈ ഇക്വേഷനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നാണ് വരിക. ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമാറ്റിൽ എഴുതി കഴിഞ്ഞാൽ ഇത് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. ആർ സ്ക്വയർ കോമൺ ആണ്. സോ ദിസ് ഇസ് 1 പ്ലസ് എ സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് 2 ബൈ ആർ കോസ് തീറ്റ എന്ന് വരും. വീണ്ടും ഇത് നമുക്ക് R1 സ്ക്വയർ ആണ്. അതിൽ ആർ സ്ക്വയർ ആറിൻ്റെ വാല്യൂ മച്ച് ഹയർ ആണ്. എയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആറിൻ്റെ വാല്യൂ വളരെ ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഈ എ സ്ക്വയർ എന്നുള്ള ടേം അങ്ങ് പോകും. ബാക്കി 1 പ്ലസ് 2a ബൈ ആർ കോസ് തീറ്റ വരും. ഇനി നമുക്ക് വേണ്ടത് 1 ബൈ R1 ആണ്. R1 അല്ല ആവശ്യം, 1 ബൈ R1. അതിലേക്ക് നമ്മൾ R1 ആദ്യം കാണാം. R1 കാണാൻ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 6, ബാക്കിയുള്ളതിൻ്റെ റൂട്ട് ഹാഫ്. ഇനി നമുക്ക് അതും പോരാ, 1 ബൈ R1 വേണം. അതാണ് ഇക്വേഷൻ നമ്പർ 3യിൽ ആവശ്യമുള്ളത്. 1 ബൈ R1 എടുക്കണമെങ്കിൽ ഇതിൻ്റെയൊക്കെ റെസിപ്രോക്കൽ എടുക്കണം. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇത് 1 ബൈ R വരും, ഇത് 1 ബൈ R1 വരും, ഇത് ഹോൾ റേസ് ടു മൈനസ് ഹാഫ്. ശ്രദ്ധിക്കുക, ഇവിടെ ഇട്ടിരിക്കുന്ന മൈനസ് ഹാഫ്. സോ ഇതാണ് 1 ബൈ R1ൻ്റെ വാല്യൂ. ഇനി ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് 1 പ്ലസ് എക്സ് റേസ് ടു എൻ ഇസ് 1 പ്ലസ് എൻ എക്സ് എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇത് 1 ബൈ ആർ അങ്ങനെ തന്നെ അവിടെ നിന്നു. ഇത് 1 പ്ലസ് എക്സ് റേസ് ടു എൻ, 1 പ്ലസ് എക്സ് റേസ് ടു എൻ, ദാറ്റ് ഇസ് 1 പ്ലസ് എൻ എക്സ്. അപ്പോൾ ഇതൊരു മൈനസ് ഹാഫ് ആണ്. അതാണ് 1 ബൈ ആർ അവിടെയുണ്ട്. 1 പ്ലസ് എൻ എക്സ് എന്ന് വരണം. മൈനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് ഹാഫ്, അതിൻ്റെ മൈനസ് ഹാഫ് ഇവിടെ ഉണ്ട്, ഇൻറ്റു 2a ബൈ ആർ കോസ് തീറ്റ. അപ്പോൾ ഹാഫും വെട്ടിപ്പോയി. ആൻസർ ഈസ് 1 മൈനസ് എ ബൈ ആർ കോസ് തീറ്റ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ 1 ബൈ R2 കാണും. സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ R2 സ്ക്വയറിനും കിട്ടും. ഇതാണ് നമ്മുടെ ആംഗിൾ തീറ്റ. സോ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2AR. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ R2 സ്ക്വയർ ഈക്വൽ ടു, ഇതിപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് പറയുന്നത്, ഈ ഫിഗർ വെച്ചിട്ട് ഇത് തീറ്റ. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് R2 സ്ക്വയർ എന്ന് കിട്ടും. സോ വോട്ട് ഇസ് R2 സ്ക്വയർ? R2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2AR കോസ് തീറ്റ എന്ന് കിട്ടും. അതിൽ വീണ്ടും 1 ബൈ R2 സ്ക്വയർ കാണുന്നു. 1 ബൈ R2നെ ബൈനോമിയൽ വെച്ച് എഴുതുന്നു. സോ യു വിൽ ഗെറ്റ് 1 പ്ലസ് ഈ മൈനസ് ഹാഫും ഈ മൈനസും കൂടെ കൂടുമ്പോൾ പ്ലസ് ആവും. 2ഉം 2ഉം വെട്ടിപ്പോവും. ബാക്കി 1 ബൈ AR കോസ് തീറ്റ എന്ന് കിട്ടും. സോ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. 1 ബൈ R1ഉം കിട്ടി, 1 ബൈ R2 കിട്ടി. ഈ 2 ഇക്വേഷൻസും നമ്മൾ ഇക്വേഷൻ നമ്പർ 4ലിടുന്നു, 3ലിടുന്നു. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ്, എല്ലാം വേണ്ടാത്തൊക്കെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ 1 ബൈ ആർ ഇവിടുത്തെ വെട്ടിപ്പോയി, ഇവിടുത്തെ 1 ബൈ ആർ വെട്ടിപ്പോയി. ബാക്കി ഒരു മൈനസ് എ ബൈ ആർ കോസ് തീറ്റ ഇവിടെയുണ്ട്, ഇവിടെ ഒരു മൈനസ് എ ബൈ ആർ കോസ് തീറ്റ ഈ ഭാഗത്തു നിന്നുണ്ട്. സോ ദ ആൻസർ ഇസ് മൈനസ് 2a by r cos theta. So the total potential V is equal to minus 1 by 4 pi epsilon 0 2qa cos theta divided by r square. So V is equal to, V is defined as minus 1 by 4 pi epsilon 0
ഡോട്ട്, ഈ ഡോട്ട് ഇവിടെ ഉണ്ട്, മറക്കണ്ട, പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ. ഓൺ ദ ആക്സിസ് ഓഫ് ദ ഡൈപോൾ തീറ്റ 0 അല്ലെങ്കിൽ പൈ ആയിരിക്കും. തീറ്റയുടെ വാല്യൂ, ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ആക്സിസ്. ഒന്നീ തീറ്റയുടെ വാല്യൂ ഇവിടെ 0 ആയിരിക്കും, അല്ലെ തീറ്റയുടെ വാല്യൂ പൈ ആയിരിക്കും. ഇത് രണ്ടാണെങ്കിലും കോസ് 0യും 1, കോസ് 180യും, cos 0 is 1, cos 180 is minus 1. So the answer is maximum on the axis of the dipole and the value plus or minus 1 by 4 pi epsilon 0 p by r square. ഈ p ശ്രദ്ധിക്കണം, ഈ p നമ്മൾ പഠിച്ചിട്ടുള്ള ഡൈപോൾ മൊമെന്റ് p ആണ്. p is nothing but 2a into q. അതിൻ്റെ ഡയറക്ഷൻ മൈനസ് q2 പ്ലസ് q ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് E directly proportional to 1 by r square ആണ്. പൊട്ടൻഷ്യൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 by r ആണ്. ഇനി അത് ഇലക്ട്രിക് ഡൈപോളിൻ്റെ കേസ് ആണെങ്കിൽ ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ 1 by r ക്യൂബ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണെങ്കിൽ പ്രൊപ്പോർഷണൽ ടു 1 by r square. ഓക്കെ.